Hello friends, welcome back to this new concept of Tech Flora. This is Bindu Joseph from Coco. നമുക്കറിയാം കർഷകരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ ജൈവ വസ്തുക്കളുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട കമ്പോസ്റ്റുകൾ ഉണ്ടാക്കാം. ഒന്നാണ് മണ്ണര കമ്പോസ്റ്റ്, രണ്ടാമത്തെ ചകിരിച്ചോറ് കമ്പോസ്റ്റ്. മണ്ണര കമ്പോസ്റ്റ് ഇതാണ്ട് ഇതിനു മുമ്പ് നമ്മൾ നല്ലൊരു വീഡിയോ വളരെ വിശദമായി തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു മണ്ണര കമ്പോസ്റ്റിനെ കുറിച്ച്. ഇത് യൂട്ടിലസ് യൂജിന എന്ന് പറയുന്ന വേംസിന് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പോസ്റ്റാണ് വേർമി കമ്പോസ്റ്റ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമായ കമ്പോസ്റ്റ് ഇതുപോലെ ലഭ്യമാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ രണ്ടാമത്തെ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അത് ചകിരിച്ചോറ് കമ്പോസ്റ്റാണ്. നമുക്കറിയാം ചകിരിച്ചോറ് അല്ലെങ്കിൽ കയർ മേഖലയിൽ, വ്യവസായ മേഖലയിലുള്ള ഏറ്റവും വലിയ ഒരു മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് എന്ന് പറഞ്ഞാൽ വലിയൊരു മാലിന്യ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ അതായത് ഒരു കിലോ ചകിരിനാര് ഉണ്ടാക്കുന്ന സമയത്ത് 2 കിലോ ചകിരിച്ചോറ് അവിടെ മാലിന്യമായിട്ടുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത്തരം മാലിന്യങ്ങൾ പണ്ട് കായലോരത്ത് ഇങ്ങനെ മല പോലെ കൂട്ടിയിടുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ അടുത്ത കാലത്താണ് ഈ മല പോലെ കൂട്ടിയിടുന്ന ചകിരിച്ചോറിനെ കമ്പോസ്റ്റാക്കി മാറ്റാം എന്നുള്ള അറിവ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ചകിരിച്ചോറിനെ നമ്മൾ കമ്പോസ്റ്റാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ചകിരിച്ചോറിൽ ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. ഈ ലിഗ്നിൻ എന്ന രാസവസ്തു ഉള്ളത് കൊണ്ടാണ് ഈ ചകിരിച്ചോറ് അഴുകാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കുന്നത്. അപ്പോൾ ചകിരിച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ഈ ലിഗ്നിൻ എന്ന് പറയുന്ന രാസവസ്തുവിന് വിഘടിപ്പിക്കാൻ കഴിവുള്ളതാണ് പ്ലൂറോട്ടസ് എന്ന വിഭാഗത്തിലുള്ള ചിപ്പിക്കൂണിന് ഇത് വിഘടിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ പ്ലൂറോട്ടസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ചിപ്പിക്കൂണ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ കൾച്ചറിന് നമ്മൾ പിറ്റ് പ്ലസ് എന്നാണ് പറയുക. ഈ പിറ്റ് പ്ലസിനെ നമ്മൾ ചകിരിച്ചോറുമായി മിക്സ് ചെയ്തിട്ട് ഇതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റുന്ന രീതിയാണ് ഇനി നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇത് നല്ല ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ചകിരിച്ചോറാണ്. ഏകദേശം നല്ല ഈർപ്പമുള്ള ചകിരിച്ചോറാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സ്ഥലം, തുറസായ സ്ഥലം വേണം നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതാണ്ട് ഇവിടെ നല്ല വൃത്തിയുള്ളൊരു തറയിൽ ഏകദേശം ഒരു 6 അടി കനത്തിൽ, 6 അടി കനത്തിൽ ഒരു 5 മീറ്റർ നീളത്തിൽ ഒരു 3 മീറ്റർ വീതിയിൽ നമ്മൾ ഈ ചകിരി നിരത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കി മാറ്റുന്നതിനുള്ള പ്ലൂറോട്ടസ് എന്ന കുമിളാണിത്. അപ്പോൾ ഈ പ്ലൂറോട്ടസിൻ്റെ കൾച്ചറിന് നമ്മൾ പിറ്റ് പ്ലസ് എന്നാണ് പറയുക. ഇതാണ് പിറ്റ് പ്ലസ്. അപ്പോൾ നമ്മളിവിടെ ഒരു 100 ഗ്രാം പിറ്റ് പ്ലസ് ആണ് നമ്മളിപ്പോൾ ഇതിന് മുകളിലേക്ക് വിതറാനായിട്ട് പോകുന്നത്. ഓരോ ലെയറിലും ഇതുപോലെയാണ് നമ്മൾ വിതറുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെയർ ചകിരിച്ചോറിട്ടു, രണ്ടാമത് പിറ്റ് പ്ലസ് ഇട്ടു, മൂന്നാമത് വീണ്ടും അതേ കനത്തിൽ ചകിരിച്ചോറിട്ടു. ഇനി നമുക്ക് വേണ്ടത് യൂറിയയാണ്. ഇനി ഇതിന് മുകളിൽ നമ്മൾ വിതറാൻ പോകുന്നത് 1 കിലോ യൂറിയ നമ്മൾ ഇതിന് മുകളിലേക്ക് വിതറാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ യൂറിയ. ഇത് നമ്മൾ 1 കിലോ അതിന് മുകളിലേക്ക് ഇടാൻ പോവുകയാണ്. ഇത് നമ്മൾ യൂറിയയും നമ്മൾ പിറ്റ് പ്ലസ് ഇട്ടതുപോലെ തന്നെ ഒരു ലെയർ അങ്ങോട്ടേക്ക് വെതറി ഇടുകയാണ്. ഓക്കെ, ഇനിയും നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ചകിരിച്ചോറ് ഇതേ കനത്തിന് മുകളിലേക്ക് വീണ്ടും നിരത്താൻ പോവുകയാണ്. വീണ്ടും നമ്മൾ യൂറിയയ്ക്ക് മുകളിലൂടെ വീണ്ടും ചകിരിച്ചോറ് തന്നെ നിരത്തുകയാണ്. ഇവിടെ മുഴുവൻ വെട്ടായിട്ടുള്ള ചകിരിച്ചോറാണ് ഉള്ളത്. ഇതിനെ നമ്മൾ കമ്പോസ്റ്റ് ആക്കാനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും യൂറിയയുടെ മുകളിലേക്ക് ഒരേ കനത്തിൽ നിരത്തിയിടുന്നു. ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ ഈ ചകിരിച്ചോറിന് മുകളിൽ പിറ്റ് പ്ലസ്, വീണ്ടും ചകിരിച്ചോറ്, വീണ്ടും യൂറിയ എന്ന രീതിയിൽ നമ്മൾ അടുക്കുകളാക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 1 ടൺ വരെയൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്ര ലെയർ വേണം നമുക്ക് തന്നെ തീരുമാനിക്കാം. ഇങ്ങനെ നിരത്തിയതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 30 ദിവസത്തോളം നമ്മൾ ഇത് അഴുകാനായിട്ട് അനുവദിക്കണം. മാത്രമല്ല ചെറുതായിട്ട് നനവും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഈർപ്പം കൂടാൻ പാടില്ല താനും. അപ്പോൾ മുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ചണത്തിൻ്റെ ചാക്ക് എന്തെങ്കിലും നനച്ചിട്ട് അതിന് മുകളിലൊന്ന് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഒരു 30 ദിവസം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക. നമുക്കൊരു 30 ദിവസത്തിന് ശേഷം ഇതെന്താണ് ആവുന്നത്, ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് 30 ദിവസത്തിന് ശേഷം കാണാം. 30 ദിവസം വരെ നമ്മൾ ചെറുതായിട്ട് ഇതിന് മുകളിൽ വെള്ളം തളിച്ചു കൊടുക്കണം. 30 ദിവസത്തിന് ശേഷം വെള്ളം തളി നമുക്ക് നിർത്താം.
നമ്മളിവിടെ ഏറ്റവും മുകളിലെ ലെയറായിട്ട് യൂറിയ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. യൂറിയ ഇട്ടതിന് ശേഷം നമ്മൾ നനഞ്ഞ ചണച്ചാക്ക് കൊണ്ട് അത് മൂടി ഇടുകയാണ് ചെയ്യുന്നത്. ഒരു 30 ദിവസത്തേക്ക് നമ്മൾ നനവ് ക്രമീകരിക്കുക. ഒരു 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റെഗുലറായിട്ട് നനയ്ക്കുന്ന ആ നനവ് അങ്ങ് നിർത്തണം. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നിരത്തിയിട്ടിരിക്കുക. ഇങ്ങനെ നിരത്തിയിടുന്നത് മൂലം ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഒരു ജൈവവളമാകുന്നതിന് കാരണമാകും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 50 ദിവസത്തിന് ശേഷം ഇതിന് വന്ന മാറ്റമാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല കറുത്ത കളറിൽ നല്ല ഒരു വളമായിട്ട് ഇത് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ചെടികൾക്ക് നൽകാൻ കഴിയും. അല്ലാത്ത പക്ഷം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കുറച്ച് ട്രൈക്കോഡെർമ, സ്യൂഡോമോണസ്, എല്ലുപൊടി ഇവ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് നൽകുന്നത്. അപ്പം നല്ല ഒരു റിസൾട്ട് നമുക്ക് ലഭ്യമാകും. ഈ വിധത്തിൽ നമുക്ക് മാലിന്യ കൂമ്പാരങ്ങൾക്ക് ഇടയാക്കാവുന്ന ചകിരിച്ചോറിനെ ഈ രീതിയിലേക്ക് നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിന്നോട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം തന്നെ ഷെയർ ചെയ്തേക്കുക. ആദ്യമായി ടെക് ഫോറയിൽ വീഡിയോ കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക. പ്ലസ് ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് എ ന്യൂ കോൺസെപ്റ്റ്. ടിൽ ദെൻ ബൈ ബൈ.